തുറമുഖ ആക്രമണത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം പാളി എന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുകയാണ്. ചാബഹാറിലും ബന്ദർ അബ്ബാസിലുമാണ് ശക്തമായിരിക്കുന്ന ആക്രമണം അമേരിക്ക നടത്തിയത്. ഈ മേഖലയിലുള്ള തുറമുഖങ്ങൾ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു. ഇറാൻ്റെ മാരക തിരിച്ചടി അതിനോടനുബന്ധിച്ചുണ്ടാവുകയും ചെയ്തു. അമേരിക്കയുടെ സൈനിക ബേസിന് വലിയ രീതിയിൽ തകർച്ചയും നേരിട്ടു. അപ്പോൾ ഈ മേഖലയിൽ തകർക്കാൻ വേണ്ടി സാധിച്ചതുമില്ല. അതിന് പകരമായ രീതിയിൽ ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടി നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചാബഹാറിൻ്റെ തുറമുഖത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യം തന്നെയാണ്. ചാബഹാറിൽ അമേരിക്കയുടെ ആക്രമണം ചെറുക്കാൻ ഇറാന് ചില മേഖലകളിൽ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് അമേരിക്ക സമ്മതിച്ചത്. എന്നാൽ പരമാവധി മേഖലയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. വൈദ്യുതി തടസ്സം മാത്രമാണ് ഇത്രയും വലിയൊരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ചാബഹാർ തുറമുഖത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ കാണുന്നത്. ചാബഹാർ തുറമുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്ക് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ആ തുറമുഖം ഇറാൻ്റെ ഭൂമിയിലാണെങ്കിൽ പോലും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പങ്കാളിത്തമുള്ള ഒരു തുറമുഖം കൂടിയാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ തുറമുഖം എന്ന് പറഞ്ഞാൽ ബന്ദർ അബ്ബാസിൻ്റെ തുറമുഖ മേഖലയാണ് ആക്രമിച്ചത്. സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് സൈനിക താവളമാണ് അമേരിക്ക തകർത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മേഖലയിലൊക്കെ മുൻപ് തന്നെ പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സൈനിക താവളങ്ങളും സൈനികരും ടാങ്കുകളും ഈ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഏതാണ് എന്ന് ആകാശ നിരീക്ഷണം നടത്തുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവർ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് വലിയ പ്രസ്താവന ഇറക്കിയിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ബന്ദർ അബ്ബാസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തകർക്കപ്പെട്ടത് ഡ്യൂപ്ലിക്കേറ്റ് സൈനിക മേഖലയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. തിരിച്ചടിയിൽ പിന്നീട് അവിടെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും ബേസുകളും നിന്ന് കത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഭീകര തീപിടുത്തത്താൽ ആ മേഖലയിൽ അപ്പാടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളതും മേഖലയ്ക്ക് ചുറ്റുഭാഗം താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ബഹ്റൈൻ സർക്കാർ പ്രത്യേകമായിരിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ മേഖലയിൽ പ്രവേശിക്കരുതെന്നും ഉത്തരവുണ്ടാകുന്നവരെ പ്രവേശിക്കരുത് എന്നുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വന്നത്. സൈനികരെയും ഈ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. സൈനികർ വെച്ചാൽ അമേരിക്കൻ സൈനികരെ. അപ്പം ഇന്നലെ പുലർച്ചെയാണ് അമേരിക്കയുടെ ആക്രമണം തുടങ്ങിയത്. ഓർമുസിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിപ്പെടുത്താവുന്ന തരത്തിൽ ഇറാൻ്റെ ശേഷി കുറയ്ക്കുകയാണ് ലക്ഷ്യം എന്നവർ പറഞ്ഞു. ഈ മേഖല ആക്രമിച്ചതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഈ ഓർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ബന്ദർ അബ്ബാസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ് ഇറാൻ ആക്രമണം നടത്താറുള്ളത്. അതുകൊണ്ട് ആ മേഖല ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരുണ്ടാവില്ലല്ലോ എന്നതിനാലാണ് ഈ മേഖല ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. പക്ഷേ പാളിപ്പോയി, ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബന്ദർ അബ്ബാസ്, ചാബഹാർ, സിറിക്ക്, ജാസിക്, കൊണറക്ക് എന്നീ സൈനിക തീരദേശ മേഖലയാണ് ആക്രമിച്ചത്. ലക്ഷ്യം പാളി എന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. വലിയ തരത്തിലായിരിക്കുന്നു മുന്നേറ്റം ഉണ്ടായത്. ആ മുന്നേറ്റം ഉണ്ടായതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത് സൗദി അറേബ്യയും ഖത്തറും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് കാരണം തേടിയിട്ടുണ്ട് എന്നുള്ളതും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ആത്മീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മശൂലാണ്, തിരക്ക് പിടിച്ച സമയമാണ്. അതിനിടയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പുതിയ റൂട്ട് പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിലും ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഇപ്പോഴാണ് കിട്ടിയ അവസരം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ കപ്പലുകൾ എനിക്ക് വിട്ടുതരണം. ആര് പറയുന്നു? ട്രംപ് പറയുന്നു. സൗദി അറേബ്യയോടും ഖത്തറിനോടും പറയുന്നു വിട്ടുതരണം. സുരക്ഷിതമായ രീതിയിൽ ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചോളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. അങ്ങനെയാണ് നിർബന്ധത്തിന് വഴങ്ങി, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കപ്പൽ വിട്ടുകൊടുക്കുന്നത്. കപ്പൽ വിട്ടുകൊടുത്ത് ഏകദേശം അവരുടെ ഇറാൻ്റെ അതിർത്തി അവർ നിയന്ത്രിത മേഖലയുടെ ഏകദേശം 6 നോട്ടിക്കൽ മൈൽ മുന്നോട്ട് എത്തിയ സമയത്ത് തന്നെ അവർ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭീമമായിരിക്കുന്ന ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ മിസൈലുകളല്ല ഇറാൻ ഉപയോഗിച്ച് അതിനേക്കാൾ ശക്തിയുള്ളതും വീര്യമുള്ളതും വേഗത്തിൽ പറന്നുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള മിസൈലുകളാണ് പ്രയോഗിക്കപ്പെട്ടത്. ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും ഇല്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും ഖത്തറും കുടുങ്ങിയിരിക്കുകയാണ്.
കുടുങ്ങിയെന്ന് പറഞ്ഞാൽ അവർ സാധാരണ ഇത്തരം പരീക്ഷണത്തിന് ഉണ്ടാവാറില്ല. ഇറാനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരണത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് ഖത്തറിനെ സൗദി അറേബ്യയുടെ താല്പര്യം. സൗദി അറേബ്യയുടെ ഒരു സംഘമാണ് ആയത്തുള്ള അലി ഖമനയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലെത്തുകയും അവരുടെ മരണാനന്തര ചടങ്ങുമായിട്ട് നേരിട്ട് സംബന്ധിക്കുകയും ചെയ്ത് അവരുമായിട്ട് വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയ വിവരങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മധ്യസ്ഥരാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും ഒടുവിലത്തെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് തന്നെ ഖത്തറാണ്. ഖത്തറിലെ ഓയിൽ വെച്ചിട്ട് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്ന പരിഹാരം വരെ അല്ലെങ്കിൽ ഈ 2 മാസം വരെ ഒരു ഇടപെടലും അമേരിക്ക നടത്താൻ പാടില്ല എന്നുള്ളതും നടത്തില്ലെന്നും അമേരിക്ക പറഞ്ഞതാണ്. ആ കരാർ വ്യവസ്ഥയാക്കി മധ്യസ്ഥർ മുഖാന്തരം അതാണ് ലംഘിച്ചത്. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് പോകാൻ പറ്റും. എന്നാൽ ഇത്രയും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ട് ഖത്തർ പിന്നീട് എങ്ങനെ കപ്പൽ അയച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമല്ല. അതേ തരത്തിൽ സമ്മർദ്ദത്തിലാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. ഈ സൗദി അറേബ്യ മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. അബ്രഹാം കരാറിൽ ഏറ്റവും അവസാനം ഒപ്പിട്ട രാജ്യമാണ് സൗദി അറേബ്യ. പിന്നീട് അവർ അത് മരവിപ്പിക്കുകയും തങ്ങൾ ആ കരാർ വ്യവസ്ഥയ്ക്ക് ഇല്ല എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ആദ്യം തന്നെ അവസാനം ആ കരാറിൽ ഒപ്പിടുന്നതിനോടനുബന്ധിച്ച് തന്നെ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മർദ്ദത്തിന് വഴങ്ങി തങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നു എന്നാണ്. ജോ ബൈഡനാണെന്ന് പ്രസിഡന്റ്. അപ്പോൾ ആ കാരണത്താലാണ് ഒപ്പിട്ടത്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളത്. പിന്നീട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായി. ഹമാസിൻ്റെ ആക്രമണം, അതിന് തിരിച്ചടി, പിന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും മരണവും കൂട്ടമരണങ്ങളും നമ്മളെല്ലാം കേട്ടതാണ്. അതോടനുബന്ധിച്ച് കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന മറുപടി, ഫലസ്തീൻ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നവരെ അബ്രഹാം കരാറുമായിട്ടുള്ള ഒരു വ്യവസ്ഥയും തങ്ങൾ അംഗീകരിക്കില്ല, കരാറിൽ ഒപ്പിടുകയില്ല, തങ്ങൾ അത് പൂർണ്ണമായ രീതിയിൽ ബഹിഷ്കരിക്കുന്നു എന്നുള്ള. അതോടുകൂടി ആ കരാർ വ്യവസ്ഥയിൽ നിന്ന് സൗദി അറേബ്യ പിന്മാറിയെന്ന് ഏറെക്കുറെ ഉറപ്പായി. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ട്. ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഹോർമുസ് കടലിൽ ഈ സമാനമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നീടും ഖത്തർ അതിൽ പെട്ടുപോകാൻ കാരണം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാവുണ്ട് എന്നാണ്. ഇനി മറ്റേതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരമില്ല. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്. ആ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അമേരിക്കയുടെ സൈനിക പട ചുമ്മാ നോക്കി നിന്നാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സപ്പോർട്ട് ചെയ്തു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. കാരണം അമേരിക്കയുടെ അനുവാദം ഇല്ലാതെ ഒരിക്കൽ പോലും 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഖത്തർ തന്നെ ഒരു ദ്വീപ് രാജ്യം പോലെയാണ്, ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഏകദേശം 100 കിലോമീറ്ററിൻ്റെ ചുറ്റളവുള്ള പ്രദേശം അമേരിക്കയുടെ സൈനിക ബേസാണ്. അത്രയും വലിയ 24 മണിക്കൂർ നിരീക്ഷണം നടത്തുന്ന സൈനിക ബേസ് അവിടെ ഉണ്ടായിരിക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ പെട്ടെന്ന് കയറിക്കൊണ്ട് ഖത്തറിൽ ആക്രമണം നടത്തുന്നു. അവിടെ ഹമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ഒരാൾ കൊല്ലപ്പെടുന്നു, 5-8 ആൾക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 3 പേരാണ് തോന്നുന്നു കൊല്ലപ്പെട്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും ആക്രമിക്കുന്ന ട്രംപ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും ഈ മേഖലയിലൂടെയുള്ള ഈ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി സൗദി അറേബ്യയും ഖത്തറും കപ്പൽ വിട്ടുകൊടുത്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖേദമായിപ്പോയി എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്ക അതിന് നഷ്ടപരിഹാരം വേണം. കാരണം എന്ന് വെച്ചാൽ ഈ കപ്പൽ പൂർണ്ണ രൂപത്തിലെത്താൻ വേണ്ടി ഈ ഖത്തറിൻ്റെ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ രൂപം പ്രാപിക്കാൻ വലിയ പ്രയാസമാണ്. അത്രയ്ക്ക് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്ത് അപ്പാടെ തകർന്നു പോയിട്ടുണ്ട്. ഒരു ഭാഗം പൊട്ടിക്കീറിയ പോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി സൗദി അറേബ്യയുടേതാണ് പറയുന്നതെങ്കിൽ സൗദി അറേബ്യയുടെ കപ്പലിനെ കുറിച്ച് കഴിഞ്ഞ് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. മൂന്നാമതൊരു കപ്പലിനെ കുറിച്ച് ഒരു വിവരം ഒട്ടും പറഞ്ഞിട്ടുമില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതിനെങ്ങനെയാണ് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ല. ഏതായിരുന്നാലും ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറയുന്നത്, യുദ്ധത്തിൻ്റെ ആരംഭം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഏതോ തരത്തിൽ അതിൽ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും പങ്കാളിത്തമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രയാസകരമായിരിക്കുന്ന ഒരു സ്ഥിതിയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ലോകരാഷ്ട്ര ഭരണാധികാരികളും വിലയിരുത്തുന്നത്. അത്തരം ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമായിരുന്നു യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു എന്ന് ചുരുക്കം.